ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് കനകമലയ്ക്കാണ്. കനകമല എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിലുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പം നമ്മളിപ്പോൾ കാറിലാണ് പോകുന്നത്. ജോഫിനാണ് നമ്മുടെ സാരഥി. അപ്പോൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതും ജോഫിനാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ഊരകം പുതുക്കാട് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ചാലക്കുടിയിൽ നിന്നാണെങ്കിലും കൊടകരയിൽ നിന്നാണെങ്കിലും ബസ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മളങ്ങനെ കനകമല എത്തി. ഈ കാണുന്നതാണ് കനകമല പള്ളി. പള്ളിയിലേക്ക് ഇപ്പോൾ കയറുന്നില്ല, ആദ്യം മല കയറാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം പള്ളിയിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാർ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ. അപ്പം നല്ല വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ കുരിശ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. മൊത്തം 14 കുരിശാണുള്ളത്. അതിൽ ഓരോന്നിലും ഈശോ മരണത്തിന് വിധിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെയുള്ള ഓരോ സ്റ്റേജസിനെയാണ് പ്രതീകാത്മകമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജിൽ കൊടുത്തിരിക്കുന്നത് ഈശോയെ മരണത്തിന് വിധിക്കപ്പെടുന്നു എന്നാണ്. രണ്ടാമത്തേലാണെങ്കിൽ കുരിശ് ചുമക്കുന്നു. മൂന്നാമത്തേൽ ആദ്യ പ്രാവശ്യം വീഴുന്നു. അങ്ങനെ ഓരോ സ്റ്റേജസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പതിയെ കയറാം. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റിക്കുകൾ നമുക്ക് എടുക്കാം കേട്ടോ. കുത്തി പിടിച്ച് കയറാനാണെങ്കിലും അത് ഉപയോഗിക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് കനകമല സ്ഥിതി ചെയ്യുന്നത്. കുത്തനെയുള്ള മലയാണ്, അപ്പോൾ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം തുടക്കത്തിലൊക്കെ ഇതുപോലെ നിരപ്പുണ്ടാവും, പിന്നെ പാറ. അത് കയറാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കുറച്ചുകൂടി പോകുമ്പോൾ ഫുള്ള് പാറയായിരിക്കും. അപ്പോൾ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മൾ 9ാമത്തെ കുരിശും കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ള വഴി ഫുള്ളും ഇതുപോലെയാണ്, ഫുള്ള് പാറകളാണ്. അപ്പം നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സമയമെടുത്ത് കയറുന്നതായിരിക്കും നല്ലത്. പിന്നെ പാറകൾ പൊട്ടിയിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ കുറച്ച് നന്നായി ശ്രദ്ധിക്കണം. അതിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോകുന്ന വഴി ഞാനൊന്ന് കാണിച്ചു തരാണ്. നമ്മളിപ്പോൾ 13ാമത്തെ കുരിശും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കുടിവെള്ള പദ്ധതി ആണ്. അപ്പോൾ ഇവിടെ നല്ല വെള്ളം കിട്ടും. നമ്മൾ വരണ വഴിയിൽ 2 സ്ഥലത്ത് ടാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ നല്ല ചൂടുള്ള വെള്ളം വന്നിരുന്നത്. ഇത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പുള്ള വെള്ളം തന്നെയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ 14ാമത്തെ കുരിശിലെത്തിട്ടോ. ഇതാണ് ലാസ്റ്റ് കുരിശ്. മൊബൈൽ ഫോൺ, സ്വർണ്ണാഭരണങ്ങൾ, വാച്ച്, വണ്ടിയുടെ താക്കോൽ മുതലായവ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അത് കൃത്യമായി സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ. ഈ ബോട്ടിൽസ് ഒന്നും അവിടെ ഇടരുതെന്ന് അവർ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആരും അത് നോക്കുന്നില്ല. കുറേ പേരൊക്കെ ബോട്ടിൽസ് വലിച്ചെറിയുന്നുണ്ട്. അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട് ഓൾറെഡി, പക്ഷെ കുറേ പേരൊക്കെ അവിടെ അങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ ബോട്ടിൽസൊക്കെ. സന്ദർശകർ ഭക്തിയാഗ്രഹപൂർവ്വം ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നമ്മൾ അത്രയും ക്ഷീണിച്ച് മല കയറി വന്നതിന് ക്ഷീണമൊക്കെ ഇവിടെ എത്തുമ്പോൾ മാറും. കാരണം നല്ല കാറ്റുണ്ട്, ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്. പിന്നെ 2 സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ്. ഈ കാണുന്നത് സൈഡിൽ നിന്ന് നമ്മൾ മുകളിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. കർശനമായി നിരോധിച്ചിരിക്കുന്നത്
ഇത് ലംഘിക്കുന്നവർ ഇതുവരെ നമുക്ക് പ്രവേശനമുള്ളൂ, ഇതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. ഇവിടെ മുകളിൽ ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തായിട്ട് ഒരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് പിന്നെ സ്നാക്സൊക്കെ കിട്ടും. അപ്പോൾ ആൾക്കാർ കഴിച്ചിട്ട് താഴെ വീഴില്ലേ വേസ്റ്റ്, അപ്പോൾ അതാണ് ഈ കുരങ്ങന്മാരൊക്കെ എടുത്ത് കഴിക്കുന്നത്. നിർദ്ദേശിച്ചിരിക്കുന്ന ബോർഡിൽ മാത്രമേ മെഴുകുതിരി കത്തിക്കുവാൻ അനുവാദമുള്ളൂ. കാനനപാതയിൽ കുടിവെള്ളം ലഭ്യമാണ്. കുടിവെള്ളം ഉപയോഗിക്കുന്നവർ ടാപ്പ് കൃത്യമായും അടച്ചു എന്ന് ഉറപ്പുവരുത്തുക. കുരിശുമുടിയിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞവർ ദയവായി മറ്റുള്ളവർക്ക് അവസരം ലഭിക്കുന്നതിലേക്കായി സ്ഥലം ഒഴിവാക്കുകയോ ഇറങ്ങുകയോ ചെയ്ത് സഹകരിക്കുന്നു. തീപ്പെട്ടി, ലൈറ്റർ, മണ്ണെണ്ണ ഇവയെല്ലാം പൂർണ്ണമായും കാനനപാതയിൽ നല്ല കാർമേഘം കാണുന്നുണ്ട്. അപ്പം അടുത്ത് തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള വസ്തുക്കൾ, മൊബൈൽ ഫോൺ, സ്വർണ്ണാഭരണങ്ങൾ, വാച്ച് ഇപ്പോൾ ഇവിടെ നല്ല മഴയാട്ടോ. പാറയുമെന്നൊക്കെ പുക പോണ കണ്ട. പാറയ്ക്ക് നല്ല ചൂടായിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ആ വെള്ളമൊക്കെ നീരാവിയായിട്ട് പോണതാണ് ഈ കാണുന്നത്. എന്തായാലും ഇനി മഴ നിന്നതിന് ശേഷം നമുക്ക് അടിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. മഴ മാറിയതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നല്ല പൊടിയായിരുന്നു. അപ്പോൾ മഴ പെയ്തുകൊണ്ട് പൊടിക്ക് ഇത്തിരി കുറവുണ്ട്. അതുപോലെ ചൂടും നല്ല കുറവുണ്ട്. ഈ കാണുന്നതാണ് കനകമല പള്ളി, നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പം അതിൻ്റെ ഉള്ളിലേക്കും കൂടി ഒന്ന് കയറിയിട്ട് നോക്കാം. തൂക്കുവെള്ളി ആയതുകൊണ്ട് കുരിശിൻ്റെ വഴി തുടങ്ങാൻ പോവാണ്. അപ്പം അതിന് മുന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നു.